ഹലോ എവ്രി വൺ, വെൽക്കം ടു അവർ ചാനൽ. നമ്മളിന്നിപ്പോൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ കായലിൽ നിന്ന് കിട്ടുന്ന വറ്റ വെട്ടി ക്ലീൻ ചെയ്ത് അതിൻ്റെ ഫ്രൈ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഈ വറ്റ കിട്ടിയത് എവിടെ നിന്നാന്ന് വെച്ചാൽ നമ്മൾ നാട്ടിൽ പോയിട്ട് തിരിച്ച് വന്ന വഴിക്ക് നമ്മളെ വീടിനടുത്തുള്ള ഒരു മീൻ കടയിൽ കയറിയിട്ട് നമ്മൾ വാങ്ങിയ മീനാണ്. അവിടുത്തെ ചേട്ടനോട് ചോദിച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞത് ഇത് നല്ല മീനാണ്, നമ്മൾ ആദ്യമായിട്ടാണ് ഈ കായൽ വറ്റ ഇവിടെ വീട്ടിൽ വാങ്ങുന്നത്. അതുകൊണ്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊന്ന് ക്ലീൻ ചെയ്യുന്ന വീഡിയോയും അതുപോലെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്യുന്ന വീഡിയോ എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. ഇതാണ് നമ്മുടെ വറ്റ. നമ്മൾ കുമരകത്തു നിന്ന് പോന്നപ്പോൾ വാങ്ങിയെന്ന് പറഞ്ഞില്ലേ, 3 എണ്ണമായിരുന്നു ആ കടയിലുണ്ടായിരുന്നത്. ഇതുവരെ നമ്മൾ ഈ മീൻ അങ്ങനെ വാങ്ങിയിട്ടില്ല. ഇങ്ങോട്ട് പോരുമ്പോൾ കടലിലെ വറ്റയാണ് നമ്മൾ കൂടുതലും കഴിച്ചിട്ടുള്ളത്. മാർക്കറ്റുകളിലൊക്കെ കൂടുതലും കാണുന്നത് കടലിലെ വറ്റയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കടയിലെ ആ ചേട്ടൻ പറഞ്ഞു കായലിലെ വറ്റയുണ്ട്, നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് വാങ്ങിയത്. പിന്നെ ഇത് കണ്ടപ്പോൾ ഇതിന് കുറച്ചുകൂടെ യെല്ലോയിഷ് കളറും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം മറ്റേ കടലിലെ വറ്റ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് വൈറ്റ് കളറും പിന്നെ ഇത്രയും സൈസ് ഉള്ളതിന് ഞാൻ കണ്ടിട്ടില്ല. ഇത് ഏകദേശം ഒരു 1.5 കിലോയുടെ അടുത്തുണ്ട്, 3 കൂടെ കൂട്ടിയിട്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിൽ 2 മുള്ളും വലിയ കുഴപ്പമില്ല, അത്ര ഹാർഡല്ല. പക്ഷേ ഇതിൻ്റെ വാലിൻ്റെ അവിടുത്തെ ആ ഒരു സാധനമുണ്ട്, അത് ഇങ്ങനെ ചെത്തിക്കളയുന്നതാണ്. അത് കുറച്ച് കട്ടിയായിരുന്നു. അതുപോലെ തന്നെ ചെത്തിയെടുക്കാനായിട്ട് കുറച്ച് പാടാണ്. ഇത് നോർമലി എല്ലാവരും തൊലി പൊളിച്ചെടുക്കുന്നത് കാണാം. നമ്മൾ തൊലി പൊളിക്കുന്നതിൽ അത്ര എക്സ്പേർട്ട് അല്ലാത്തതുകൊണ്ടാണ് ഇതിങ്ങനെ ചെതുമ്പൽ കളഞ്ഞിട്ട് നന്നായിട്ട് കല്ലിലിട്ട് തേച്ചെടുക്കുന്നത്. കണ്ടോ, അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കുറച്ച് കട്ടിയാണ്. അതിൻ്റെ ആ സാധനം പൊളിച്ച് കളയാൻ എന്നാ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. പിന്നെ തലയാണെങ്കിലും അത്യാവശ്യം കട്ടിയുണ്ട് മുറിക്കാനായിട്ട്. അതിൻ്റെ ചെകിളൊക്കെ ആണെങ്കിലും മുറിക്കാനായിട്ട് നല്ല ഫ്രഷ് മീനായിരുന്നു നമുക്ക് കിട്ടിയത്. ആ പുള്ളിക്കാരൻ അവിടെ നിന്ന് പറഞ്ഞ് തന്നതുകൊണ്ട് നമ്മൾ വാങ്ങിയില്ല. കണ്ടോ, തലയും ഭയങ്കര ഹാർഡാണ് മുറിക്കാനായിട്ട്. നമ്മുടെ റെഡ് ബില്ലിയൊക്കെ കട്ട് ചെയ്യുന്ന പോലെ. റെഡ് ബില്ലിയുടെ തലയാണെങ്കിലും ഇതുപോലെ നല്ല ഹാർഡാണ്. പിന്നെ തല ഇത്ര ഹാർഡായതുകൊണ്ട് കത്തി വെച്ച് മുറിയാഞ്ഞിട്ട് പിന്നെ ഞാൻ കത്രികയും കൂടെ വെച്ചിട്ടാണ് മുറിച്ചെടുത്തത്. അത്യാവശ്യം നല്ല കട്ടിയായിരുന്നു ഇത് വെട്ടാനായിട്ട്. നമ്മളുടെ കയ്യിൽ അതിനനുസരിച്ചുള്ള കത്തി ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ആ ചെറിയ കത്തി വെച്ച് വെട്ടുന്നത്. പിന്നെ തലയാണെങ്കിലും തലയുടെ ആ ചെകിളയുടെ പോർഷൻ ഭയങ്കര കട്ടിയാണ്, അതും മുറിക്കാനായിട്ട് പാടായിരുന്നു. കണ്ടോ, കത്തിയൊന്നും അങ്ങ് കീറുന്നില്ല എൻ്റെ തലയുടെ സൈഡിലോട്ട്. പിന്നെ ഈ മീൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൊളിച്ചെടുക്കാനായിട്ട് അറിയുന്നവരാണെങ്കിൽ പൊളിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. എനിക്കറിയാത്തതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ തന്നെ ചെയ്തത്. പിന്നെ ഞാൻ ഇതുവരെ ഒരു മീനും അങ്ങനെ പൊളിച്ച് ചെയ്തിട്ടില്ല. പിന്നെ വാലിൻ്റെ ഏരിയ ആണെങ്കിലും ആ സാധനം അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട്, ആ കണ്ടിച്ച് കളഞ്ഞ സാധനം അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് നല്ല കട്ടിയായിരുന്നു അത് മുറിക്കാനായിട്ട്. അപ്പം ഒരു മീനെ വെട്ടിക്കഴിഞ്ഞ് അപ്പോൾ ബാക്കി ഇത് ലാസ്റ്റ് മീനാണ്. ലാസ്റ്റ് മീനെ നമ്മൾ അതുപോലെ തന്നെ വെട്ടി ചെതുമ്പലെല്ലാം കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അത്യാവശ്യം കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് തേച്ചെടുക്കണം. ഇതിൻ്റെ ആ ബ്ലാക്ക് കളറൊക്കെ അത്യാവശ്യം പോയി നല്ല വൈറ്റ് കളറാകുന്നത് പോലെ തേച്ചെടുക്കണം. വെള്ളത്തിൽ ഞാൻ ആദ്യം കഴുകുന്നുണ്ട്, കഴുകി കഴിഞ്ഞിട്ടാണ് തേക്കുന്നത്. തേക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു, കാരണം പെട്ടെന്ന് തന്നെ അഴുക്ക് പോകുന്നുണ്ടായിരുന്നു. പിന്നെ അത്രയും വലിയ വീതിയുള്ള മീനായിരുന്നുകൊണ്ട് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നില്ലായിരുന്നു. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മീൻ തേച്ച് കഴിയാറായിട്ടുണ്ട്. ഈ തേച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ തലയിലെ ചെകിള എടുത്ത് കളയും. അത് മൊത്തം കളഞ്ഞിട്ട് അത് വയറിനുള്ളിലൊക്കെ ക്ലീൻ ചെയ്യും. വലിയ വേസ്റ്റ് എന്ന് പറയാനായിട്ടില്ല ഈ മീന്, ഒരുപാട് വേസ്റ്റ് ഒന്നും പറയാനില്ല. നമ്മൾ വേറെ ഈ ഇവിടെ കാണുന്ന കുയിൽ അല്ലെങ്കിൽ രോഹു അതുപോലത്തെ മീനൊക്കെ മേടിക്കുമ്പോൾ കാണുന്ന പോലത്തെ വേസ്റ്റ് ഒന്നുമില്ല. പിന്നെ അതിന് കൈ അതിൻ്റെ വയറിനുള്ളിലിട്ട് ക്ലീൻ ചെയ്തിട്ട് എടുത്ത് കളയാനായിട്ടാണെങ്കിലും വലിയ പ്രശ്നമില്ലായിരുന്നു. അതും പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റി. അങ്ങനെ 3 മീനും നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചു. ഇനി ഇതിനെ ഒരു മീൻ നമ്മൾ മൊത്തത്തിലും ബാക്കി 2 മീനെ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. കട്ട് ചെയ്യാനും കുറച്ച് ടാസ്ക് ആയിരുന്നു. പിന്നെ കുറച്ച് വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തത്, ഫ്രൈ ചെയ്യാനായിട്ടുള്ള പീസായിട്ടാണ് കട്ട് ചെയ്തത്.
അത് കുറച്ച് വലുതാക്കിയിട്ട് തന്നെയാണ് കട്ട് ചെയ്തത്. ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ ഇരിക്കുള്ളൂ, എണ്ണയ്ക്കകത്തേക്ക് മറിഞ്ഞു വീഴും ചിലപ്പോൾ. ഇട്ടിട്ടല്ലേ അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് മീൻ വെച്ചിട്ടുണ്ട്. 2 എണ്ണം മൊത്തത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരെണ്ണം കട്ട് ചെയ്യാതെ ഫുള്ളായിട്ട് വെച്ചിട്ടുണ്ട് വറുക്കാനായിട്ട് തന്നെ. അപ്പോൾ ആദ്യത്തേത് നമ്മൾ ഫ്രൈ ചെയ്യാൻ പോകുന്നത് ആ മൊത്തമുള്ള മീനെയാണ്. അപ്പോൾ ആ മീൻ എടുത്തിട്ട് നമ്മൾ മസാലയൊക്കെ അകത്തോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് വരഞ്ഞിടുന്നുണ്ട്. അത്യാവശ്യം ഇതിന് ദശയ്ക്ക് കട്ടിയുണ്ട്, അതുകൊണ്ട് നന്നായിട്ട് വരഞ്ഞിടുന്നുണ്ട്. 2 സൈഡിലും ഇതുപോലെ വരഞ്ഞു കൊടുക്കും. 2 സൈഡിലും വരഞ്ഞു കൊടുത്തതിന് ശേഷമാണ് നമ്മൾ മസാല ഓരോന്നോരോന്ന് തേക്കുന്നത്. ഞാനിവിടെ മസാലയൊക്കെ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇതിനകത്ത് ആഡ് ചെയ്യാനുള്ളതെന്നുള്ളതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് തേക്കുന്നതെന്ന് നോക്കാം. ഇതിനകത്ത് മുളക് പൊടി, പിന്നെ കുരുമുളക് പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഉപ്പുണ്ട്. പിന്നെ ഞാൻ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിക്കും. അതിൽ വിനാഗിരിക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നാരങ്ങ, ഒരു മുറി നാരങ്ങ നീര് പിഴിഞ്ഞ് ഒഴിക്കാം. അപ്പോൾ അന്നു എഴുന്നേറ്റ് ഉറക്കം കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. ചെയ്തിട്ട് അന്നു വന്നിട്ട് അന്നു എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. വിനാഗിരിയൊക്കെ എനിക്ക് ഒഴിച്ച് തരുവാണ്. അന്നു വെച്ചപ്പോൾ കുറച്ച് തെറ്റിപ്പോയി. ഞാൻ കുറച്ച് കളഞ്ഞിട്ടൊക്കെയാണ് എടുത്ത് യൂസ് ചെയ്തത്. അടച്ച് വെച്ചു. ഇനി വേണമെങ്കിൽ ഞാൻ പറയാം കേട്ടോ. പിന്നെ അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മീനിലോട്ട് പുരട്ടി വെക്കും. കുറച്ച് ഒരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് പിന്നെ നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങിയത്. ഈ മസാലയെല്ലാം നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് മീനെടുത്തിട്ട് മീനിലോട്ട് മസാലയെല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഞാനെടുത്ത മസാല ആക്ച്വലി കുറച്ച് കൂടിപ്പോയിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് ബാക്കി വന്നതെടുത്ത് കളയുക ചെയ്തത്, കാരണം കുറച്ച് ക്വാണ്ടിറ്റി കൂടിപ്പോയി എടുത്തത്. അപ്പം നിങ്ങൾ മീനിൻ്റെ സൈസ് നോക്കിയിട്ട് എടുക്കണം. ഞാനെടുത്ത ക്വാണ്ടിറ്റിയിലല്ലാതെ നിങ്ങളുടെ മീനിൻ്റെ സൈസ് മസാലകൾ പറഞ്ഞിരിക്കുന്ന മസാല വിനാഗിരി ഇനി വേണ്ടത് അടച്ചു വെച്ചു. വിനാഗിരി വെള്ളം. അങ്ങനെ മസാലയെല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് ഇത് വറുക്കാനായിട്ട് പോകുന്നത്. അതിനൊച്ചേട്ടെ എന്നെ ഒച്ചയേട്ടെന്ന് പറഞ്ഞ ഈ ക്ലാപ്പിയാണോ? മീനെല്ലാം പുരട്ടി വെച്ചതിന് ശേഷം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഞങ്ങൾ കറിവേപ്പില പറിക്കാൻ പോയിരുന്നു. കറിവേപ്പില പറിച്ചിട്ട് അന്നു അത് അടത്തിത്തരാമെന്ന് പറഞ്ഞിട്ട് അന്നുവിൻ്റെ കയ്യിൽ ആ കറിവേപ്പില കൊണ്ടുപോയിട്ട് അന്നു തന്നെ അത് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അമ്മേനെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുള്ളിക്കാരത്തേക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങളെല്ലാം ഹെൽപ്പ് ചെയ്ത് തരാനൊക്കെ ഭയങ്കര സന്തോഷം. അന്നു കറിവേപ്പിലെല്ലാം അടത്തിക്കൊണ്ട് എൻ്റെ കയ്യിൽ തന്നെ തന്നു. അതിനുശേഷം നമ്മളത് ഗ്യാസ് കത്തിച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം പാൻ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ കറിവേപ്പില ഇടുക. കറിവേപ്പില ഇട്ടതിന് ശേഷമാണ് നമ്മൾ മീൻ ഇടുന്നത്. എണ്ണ നന്നായിട്ട് ചൂടാവണം. ചൂടായി കഴിഞ്ഞിട്ട് മാത്രമേ ചെയ്യാവൂ. അപ്പോൾ നമ്മൾ എണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ മീൻ എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് വേവാനായിട്ട് 10 മിനിറ്റ് എടുത്തിരുന്നു. എന്തായാലും നോക്കിയായിരുന്നു. അപ്പോൾ 10 മിനിറ്റ് കൊണ്ടാണ് വേണ്ടത്. ഞാൻ മൂടി വെച്ചൊന്നും വേവിച്ചില്ല, ഓപ്പൺ ചെയ്ത് വെച്ച് തന്നെയാണ് ഫ്രൈ ചെയ്തെടുത്തത്.
പിന്നെ ഒരു സൈഡ് നന്നായിട്ട് വെന്ത് കഴിഞ്ഞപ്പോൾ അടുത്ത സൈഡും കൂടെ ഫ്രൈ ആയി കഴിഞ്ഞപ്പോൾ അടുത്ത സൈഡിലോട്ട് മറിച്ചിട്ടു. എന്നിട്ട് അതും ഒരു 10 മിനിറ്റ് തന്നെ സമയത്തിൽ നമ്മൾ വേവിച്ചെടുക്കുകയോ ചെയ്തത്. നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തു. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമ്മൾ മീനിനെ ഈ എണ്ണയിൽ നിന്ന് മാറ്റി വെക്കും. അല്ലെങ്കിൽ ഇപ്പം എണ്ണ മീനിനകത്ത് പിടിക്കും എന്നൊക്കെ പറഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ തിരിച്ച് വെക്കും പാത്രം. എന്നിട്ട് അനുവിന് കഴിക്കാനായിട്ട് നമ്മൾ ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കുവാണ്. അപ്പോൾ അനു എടുത്തിട്ട് അനുവിൻ്റെ എക്സ്പ്രഷനൊക്കെ നമുക്ക് കാണാം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.